ഇത് സന്ധ്യ. ഇവളുടെ കല്യാണം കഴിഞ്ഞ വർഷങ്ങളായിട്ടും കുട്ടികളില്ല. ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ അവൾക്ക് വണ്ണമുള്ളതുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തതെന്ന് പറയുന്നു. സന്ധ്യയ്ക്ക് ഫാഷൻ ഡിസൈനർ ആകണമെന്നാണ് ആഗ്രഹം. ഒരു ദിവസം അവളുടെ ഭർത്താവ് സമ്മാനമായി ഒരു സാരി അവൾക്ക് കൊടുക്കുന്നു. ഇത് കണ്ട അവളുടെ അമ്മായിയമ്മ ദേഷ്യത്തോടെ വണ്ണമുള്ള നീ എന്തുടുത്താലും ആനയെപ്പോലെ ഇരിക്കും, ഒരു ഭംഗിയും കാണില്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് സങ്കടമായി. ഇത് കണ്ട അവളുടെ ഭർത്താവ് അവളെ സമാധാനിപ്പിക്കുന്നു. അവളുടെ ഏരിയയിൽ ഒരു ഫാഷൻ ഷോ നടത്താൻ അവൾ തീരുമാനിക്കുന്നു. അത് കേട്ട് അവിടുത്തെ ഒരു പോപ്പുലർ മോഡൽ തടിച്ചയായ നിനക്ക് ഫാഷൻ ഷോയെപ്പറ്റി എന്തറിയാം എന്ന് ചോദിച്ച് കളിയാക്കുന്നു. എന്നിട്ട് ഒരു ഹൈ ഹീൽ ചെരുപ്പെടുത്ത് ഇതിട്ട് നടക്കാൻ പറയുന്നു. പക്ഷേ സന്ധ്യയ്ക്ക് അത് സാധിക്കുന്നില്ല. ഇതുകൂടി കണ്ടതോടെ ആ മോഡൽ ആളുകളുടെ മുന്നിൽ വെച്ച് സന്ധ്യയെ അധിക്ഷേപിക്കുന്നു. ഈ സങ്കടത്തിൽ ഒരു കവിത എഴുതി അവൾ FBയിൽ അപ്ലോഡ് ചെയ്യുന്നു. ആ കവിത വൈറലാകുന്നു. അതുവഴി കുറേ ഫോളോവേഴ്സിന് അവൾക്ക് ലഭിക്കുന്നു. ഇത് കണ്ട അവളുടെ സഹോദരൻ അവളോട് അവൾ തയ്ച്ചു വെച്ചിരിക്കുന്ന ഡ്രസ്സ് ഇട്ട ഫോട്ടോ FBയിൽ പോസ്റ്റ് ചെയ്യാൻ പറയുന്നു. അതിലൂടെ നല്ല വരുമാനവും പ്രശസ്തിയും അവൾക്ക് ലഭിക്കുന്നു. അവൾ വളരെ പ്രശസ്തയായതിനു ശേഷം അവളെ ഒരു ഫാഷൻ ഷോയിലേക്ക് വിളിക്കുന്നു. ആ ഫാഷൻ ഷോയിൽ വെച്ച് ആ മോഡലിനെ അവൾ കാണുകയും വീണ്ടും ആ മോഡൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ തടിച്ചി എന്ന് വിളിച്ച് കളിയാക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ആ മോഡൽ അറിയുന്നത് സന്ധ്യയാണ് ആ ഷോയുടെ മുഖ്യ അതിഥിയെന്ന്. അങ്ങനെ ആ മോഡലിൻ്റെ മുന്നിലൂടെ സന്ധ്യ മാസ്സായി നടന്നു വരുന്നു.